നിങ്ങൾ മനസ്സിലാക്കുക, ഫാക്ട് വേഴ്സസ് സ്റ്റോറി, ഏതിനാണ് കൂടുതൽ പവർ ഉള്ളത്? ചിലര് കോടി, 100 കോടി, 200 കോടി, 500 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പലരും ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് സർട്ടനിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത്. വാല്യൂ കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്റ്റോറി നിങ്ങളുടെ ജീവിതത്തെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നതിൽ നിന്ന് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ 3 സർട്ടനിറ്റി കില്ലേഴ്സ്. സർട്ടനിറ്റി ഉള്ള ആളെയാണ് യൂണിവേഴ്സ് എപ്പോഴും ഫേവർ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സർട്ടനിറ്റി ആയിട്ട് കണക്റ്റഡ് ആകണം. ട്രൂത്ത്, ഫാക്ട്, റിയാലിറ്റിയിലേക്ക് നോക്കുന്ന ആൾക്കാരാണ്, റിയാലിറ്റിയിലേക്ക് ഒറിജിനൽ ആയിട്ട് നോക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ചാറ്റിട്ടെ. റിയാലിറ്റിയിലേക്ക് നേരെ എടുത്ത് നോക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എക്സാക്ട്ലി അത് തന്നെയാണ് ട്രൂത്ത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എന്തായിരിക്കണം വിളിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. റിയാലിറ്റി ആയിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാതെ വേറൊരു റിയാലിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാര്, പുതിയൊരു റിയാലിറ്റിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, അവരെ നമുക്ക് ഡ്രീമേഴ്സ് എന്ന് വിളിക്കാം, സ്വപ്നം കാണുന്ന ആൾക്കാരെന്ന് വിളിക്കാം. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന റിയാലിറ്റി അല്ല നിങ്ങളുടെ റിയാലിറ്റി എന്ന് വിശ്വസിക്കുന്നതാണ് സ്വപ്നം, അല്ലേ? ആണോ? ഇപ്പം നമുക്ക് യുദ്ധമുണ്ട്, ഇപ്പം നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ട്, ഇപ്പം പല അൺസർട്ടനിറ്റിയുടെ വോളിയം സിഗ്നിഫിക്കൻ്റ്ലി കൂടുന്നുണ്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി ഉണ്ട്, പല ഡയമെൻഷനിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റിയുടെ വോളിയം കൂടുകയും ചെയ്യുവാണ്, അൺസർട്ടനിറ്റിയുടെ സ്പീഡ് കൂടുകയും ചെയ്യുവാണ്. ആ സമയത്ത് റിയാലിറ്റിയെ നോക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെസിമിസ്റ്റുകൾ എന്ന്. ചാറ്റിലിട്ടെ, പെസിമിസ്റ്റ് എന്ന് ചാറ്റിലിട്ടെ. കാരണം അവർ വളരെ ആക്യുറേറ്റ് ആണ്, വളരെ ആക്യുറേറ്റ് ആണ് അവരുടെ ലോകത്തെക്കുറിച്ചുള്ള അവരുടെ പ്രഡിക്ഷൻ. കാരണം പെസിമിസ്റ്റുകളാണ് റിയൽ ആയിട്ടുള്ള ലോകത്തെ, ഞാൻ ഭയങ്കര റിയലിസ്റ്റ് ആണെന്ന് അവർ പറയും, ഞാൻ വളരെ പ്രാക്ടിക്കൽ ആണെന്ന് അവർ പറയും, ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണ്ടേ എന്നവർ പറയും. ഇങ്ങനെ പറയുന്നവരാണോ നിങ്ങൾ? ഇടയ്ക്ക് അറിയാതെങ്കിലും പ്രാക്ടിക്കൽ ആകണമെന്നാണ്. ഇത്രയൊക്കെ വയസ്സായില്ല, ഇനിയെങ്കിലും പ്രാക്ടിക്കൽ ആയിക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരല്ലേ, അവരാണ് പെസിമിസ്റ്റുകൾ. അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണ് അൺസർട്ടനിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക് വീണു പോകുന്നത്. അപ്പൊ ഞാൻ റിയാലിറ്റി നിങ്ങൾ കംപ്ലീറ്റ് മാറണമെന്നാണോ? ആണ്, ഒരു രീതിയിൽ അങ്ങനെയാണ്. സ്റ്റീവ് ജോബ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ പറയും, എനിക്ക് 6 മാസമാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണേ. സ്റ്റീവ് ജോബ്സ് പറയും, 3 ആഴ്ചക്കുള്ളിൽ ചെയ്തു തരണം. അവസാനം ഇവർ സമ്മതിച്ച് 3 ആഴ്ച കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 4 ആഴ്ച കൊണ്ട് തീർത്ത് തിരിച്ചു വരാറുണ്ട്. റിയാലിറ്റിയെ ബേസ് ചെയ്തിട്ട് ഇന്ന് കാണുന്ന ഫിസിക്കൽ റിയാലിറ്റിയാണ് നിങ്ങളുടെ ട്രൂ റിയാലിറ്റി എന്ന് നിങ്ങൾ വിശ്വസിച്ച് പോയാൽ നിങ്ങളുടെ ഡ്രീം തീർന്നു. ഡ്രീംസ് കൊള്ളയടിക്കപ്പെട്ടു. സ്റ്റോളെന്ന് ചാറ്റിലിട്ടെ. ഇന്ന് കാണുന്ന ഫിസിക്കൽ റിയാലിറ്റിയാണ്, നിങ്ങളുടെ ചുറ്റും കാണുന്ന ഫിസിക്കൽ റിയാലിറ്റിയാണ് നിങ്ങളുടെ ട്രൂ റിയാലിറ്റി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മൊമെന്റിൽ നിങ്ങളുടെ ഡ്രീം സ്റ്റോളനായി കട്ടുകൊണ്ട് പോയി ആരോ ഒരാള്. ആരാണ് കട്ടുകൊണ്ട് പോയത്? ആ കള്ളന്റെ പേരാണ് അൺസർട്ടനിറ്റിയാണ് നിങ്ങളുടെ ഡ്രീമിനെ കട്ടുകൊണ്ട് പോയത്. അൺസർട്ടനിറ്റി കാരണമാണ്. എൻ്റെ അടുത്തൊരു ബിസിനസ്സുകാരി ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നെ റീച്ച് ഔട്ട് ചെയ്തു. പുള്ളിക്കാരി പറയുവാണ്, ഞാൻ എല്ലാവരോടും അരിശപ്പെടുക, എൻ്റെ ടീമിനോട് മുഴുവൻ അരിശപ്പെടുവാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്, എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. എൻ്റെ ടീമിനോട് മുഴുവൻ ഞാൻ അരിശപ്പെടുവാണ്, ഭർത്താവുമായിട്ടും അരിശപ്പെടുവാണ്. എനിക്ക് ഇമോഷൻ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പുരുഷന്മാരായിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും, ഞാൻ ഇമോഷൻ അതൊന്നും എനിക്ക് പ്രധാനപ്പെട്ട കാര്യമല്ല. ബിസിനസ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ ഇമോഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എനിക്ക് ഒരു കൺട്രോൾ ഇല്ല, എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ബേസ്റ്റ് ഔട്ട് ആവുകയാണ്, അരിശം കൊണ്ട് ഒരു രക്ഷയില്ലാതായി മാറുവാണ്. എന്താണ് സംഭവിക്കുന്നത്? വളരെ ഹൈ ലെവൽ നോളജ് ഉള്ള ആളാണേ. അപ്പൊ ആളോടുള്ള കോൺവെർസേഷൻ, അങ്ങനെ പല ആൾക്കാർ പല സമയത്ത് തന്നെ ഇതുപോലെ സിമിലർ കാര്യങ്ങളിൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ക്ലയൻസ്, ചിലര് കോടി, 100 കോടി, 200 കോടി, 500 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പലരും ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്
സർട്ടനിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത്. സർട്ടനിറ്റി എന്ന് ചാലിടുക, ഉറപ്പ് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം ഉറപ്പ് നഷ്ടപ്പെടാൻ പറ്റുന്ന ലോകമാണ് ഇന്നത്തെ ലോകം. എന്തുകൊണ്ടാണ് നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കേണ്ടത്? ഞാനൊരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വിയേർഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ക്രിസ്ത്യൻസും ജൂസും മുസ്ലിങ്ങളും ഒറിജിനലി വന്നേക്കുന്ന 10 കൽപ്പനകളുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കൽപ്പനകളൊക്കെ അറിയാവുന്ന ആൾക്കാർ അതിലൊരു കൽപ്പനയാണ്, എത്രാമത്തെ കൽപ്പനയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഒറിജിനൽ കൽപ്പനകളിൽ ഒരെണ്ണമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. എത്രാമത്തെ കൽപ്പനയാണെന്ന് അറിയാവുന്ന ആൾക്കാരെ വല്ല ഗൂഗിൾ ചെയ്തിട്ട് പറ. ഞാൻ കുറെ നാളായി കൽപ്പനകൾ റെഫർ ചെയ്തിട്ട്. ഓക്കെ, അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒറിജിനൽ ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ വസ്തുക്കളോ അവരുടെ ദാസികളെയോ അവരുടെ ദാസന്മാരെയോ അവരുടെ കഴുതകളെയോ അല്ലെങ്കിൽ അവരുടെ ആനിമൽസിനെയോ ആഗ്രഹിക്കരുതെന്നാണ്. ആരാണ് പറഞ്ഞത്? ദൈവമാണ് പറഞ്ഞത്. മോസസിന് ദൈവം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു, പലകയെടുത്തു, ഒരു പലകയ്ക്കകത്ത് എഴുതി കൊടുത്തു. ഇപ്പോഴാണ് ചിലപ്പം ഇൻസ്റ്റഗ്രാമിൽ പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ പലകയിൽ എഴുതി കൊടുത്തേക്കോണം 9ാമത്തെ കൽപ്പന, മറ്റുള്ളവരുടെ വസ്തുക്കളും അവരുടെ ദാസന്മാരെ ദാസികളെ അവരുടെ കഴുതകളെയും ആഗ്രഹിക്കരുത്. അപ്പൊ ഞാനൊരു സംശയം നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാനിത് പറയുന്നത് നിങ്ങളുടെ ഒരു വിശ്വാസത്തെ ചലഞ്ച് ചെയ്യാനല്ല, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ട്രൂലി ദൈവം എഴുതി കൊടുത്ത കൽപ്പനയാണെങ്കിൽ, ലിറ്ററലി ദൈവം അങ്ങനെയാണ് ആഗ്രഹിച്ചതെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അറിയത്തൂടായിരുന്നോ ഈ പറഞ്ഞ രീതിയിൽ സ്ലേവറി റോങ് ആയിട്ടുള്ള കാര്യമാണ്? പിന്നെ എന്തുകൊണ്ടാണ് ആ കൽപ്പനകളുടെ പവർ? അതിനകത്ത് നല്ല കൽപ്പനകളൊക്കെ ഉണ്ട്, കൽപ്പനകളെ ഒന്ന് കുറ്റം ചെയ്യാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ആ കൽപ്പനകൾക്കുള്ളത് സർട്ടനിറ്റിയാണ്, ഉറപ്പാണ്. കാലാകാലം നിന്നു, എത്രയോ ഇപ്പൊ 4000-5000 വർഷം നിലനിന്ന ഒരു റൂൾ ഓഫ് ലോയുടെ ഫണ്ടമെന്റൽസ് ബിൽഡായത്, അതായത് ലോകത്തിലുള്ള ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽസ് ബിൽഡായത് ഈ കൽപ്പനകളിലൂടെയാണ്. എന്താണ് ഈ കൽപ്പനകൾക്കുള്ളത്? സർട്ടനിറ്റിയാണ്. ശരിയാണോ? ചിലപ്പോൾ ശരിയാവണമെന്നില്ല. റിയാലിറ്റി ആണോ? റിയാലിറ്റി ആകണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഫാക്ട് വേഴ്സസ് സ്റ്റോറി, ഏതിനാണ് കൂടുതൽ പവർ ഉള്ളത്? ഫാക്റ്റിനാണോ സ്റ്റോറിക്കാണോ? ഏതിനാണ് കൂടുതൽ പവർ ഉള്ളത്? ചാർലിറ്റെ, ഫാക്ട്. അതാണ് നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഫാക്റ്റിന് പവർ ഇല്ല. ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആണ് ഞാൻ പറയുമ്പോൾ. ഫാക്റ്റിന് യാതൊരു പവറും ഇല്ല കമ്പയർ ടു എ സ്റ്റോറി. കാരണം സ്റ്റോറികൾ, ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആണ്, എനിക്കറിയാം. ലോജിക്കൽ അല്ലാതെ തോന്നും, നിങ്ങൾ എസ്പെഷ്യലി വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ലേണേഴ്സിന് ലോജിക്കൽ അല്ലാതെ തോന്നും. പക്ഷെ റിയാലിറ്റിയിൽ ഇന്നത്തെ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റോറികളാണ്, ഫാക്റ്റുകളല്ല. ട്രംപ് അമേരിക്ക വന്നിട്ട് പറയുവാണ്, ഞങ്ങൾ സത്യത്തിന് വേണ്ടി ആക്രമിക്കുവാണ്, ഇറാനെ ആക്രമിക്കുവാണ്. ഇത്രയും കാലം വരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം മനസ്സിലായി, ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഇസ്രായേലിന് വേണ്ടിയാണ് ആക്രമിക്കുന്നതെന്ന് മനസ്സിലായി. ഇപ്പൊ ആ സ്റ്റോറിക്ക് ബ്രേക്ക് വന്നപ്പോഴത്തേനാണ് ഫാക്ട് മറ്റേ ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മളുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫിനോമിനാണ്. പക്ഷെ ലോകം ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാക്റ്റുകളിലല്ല. ഭയങ്കര സ്ട്രേഞ്ച് ആണ്, ഐ നോ. പക്ഷെ നിങ്ങളതിനെ ചലഞ്ച് ചെയ്യുക, നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോളുക, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫാക്റ്റ് അല്ല ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്, നറേറ്റീവ്സ് ആണ്, സ്റ്റോറീസ് ആണ്. അപ്പൊ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, റിയാലിറ്റി അല്ല ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഇമാജിനറി റിയാലിറ്റിയാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. നറേറ്റീവ്സ് ആണ്. അതായത് മോസസ് പറഞ്ഞു, അപ്പം ജ്യൂസ് പറയുവാണ് എങ്ങനെയാണ്, എനിക്ക് കിട്ടിയത് ചിലപ്പോൾ അവിടെ എങ്ങനെ ഒരു കിടന്ന് പലകയായിരുന്നിരിക്കാം, എനിക്കറിയില്ല, എനിക്കൊരു കുഴപ്പമില്ല. മോസസ് അവിടെ നോക്കിയപ്പോൾ ഇവരെ കൊണ്ടൊരു രക്ഷയില്ല. ഞാനൊരു എന്താണ് ഇതിനകത്ത് നല്ല വരികൾ പഴയുള്ള ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് ChatGPT നോക്കി സെർച്ച് ചെയ്ത് മോസസ് പറഞ്ഞു, ഓക്കെ 10 സാധനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടോ എന്തൊക്കെയാണ് ഇവന്മാർ കുഴപ്പമുണ്ടാക്കുന്നത്. ഒന്നാണെന്ന് വെച്ചാൽ ഇവന്മാർക്ക് എല്ലാം അത്യാഗ്രഹമാണ്. ഓക്കെ, പൈസയുടെ ആഗ്രഹമുള്ള ആൾക്കാരാണ് ജ്യൂസ്. ഓക്കെ, എന്നാൽ പിന്നെ ഒരു പണി അന്നൻ്റെ പിന്നെ ഇവ കഴുതകളൊക്കെ അടിച്ചുകൊണ്ട് പോവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ദാസന്മാരെ അടിച്ചുകൊണ്ട് പോവാണ്. എന്നാൽ പിന്നെ ദാസന്മാർ അപ്പോൾ അത് പുള്ളി ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞ് ചിലപ്പോൾ എഴുതിയതാകാം, ചിലപ്പം എവിടുന്നെങ്കിലും കിട്ടിയതാകാം, എനിക്കറിയില്ല. ഞാനതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് 100 കണക്കിന് 1000 കണക്കിന് വർഷങ്ങൾ പോയാൽ ആ കാര്യത്തിന് ഫാക്റ്റ് ഇല്ലാതെ തന്നെ പവർ ഉണ്ടാവുകയാണ്.
ആ സ്റ്റോറിക്ക് പവർ ഉണ്ടാണ്. അപ്പം അഹമ്മദ് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ കമൻറ്റ് എന്താണ്, ഫാക്റ്റിന് പവർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫാക്റ്റോട് കൂടെയുള്ളൊരു സ്റ്റോറി ആണെങ്കിൽ, മറ്റു രീതിയിൽ പറഞ്ഞാൽ വാല്യൂ കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്റ്റോറി നിങ്ങളുടെ ജീവിതത്തെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നതിൽ നിന്ന് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ 3 സർട്ടനിറ്റി കില്ലേഴ്സ്. നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷനാണ് ബ്രെയിൻ ആൻഡ് ബിസിനസ് ഫൗണ്ടേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പാർട്ടാകണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് യൂസ് ചെയ്ത് നമ്മളുടെ ഇന്റേണൽ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പാർട്ടാകാം. ഈ 3 സർട്ടനിറ്റി കില്ലേഴ്സ്, അതായത് നിങ്ങളുടെ ഉറപ്പിനെ നശിപ്പിച്ച് കളയുന്ന ഈ പറഞ്ഞ കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്ന ഈ ലേഡിയോട് ഞാൻ പറയുവാണ്, 3 കാര്യമാണ് നമ്മളുടെ ഇന്നർ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള വർക്ക്, കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള വർക്കിൽ 7 ലെയേഴ്സ് ഉണ്ട്. ഹ്യൂമൻ സൈക്കോളജിക്ക് 7 ലെയേഴ്സ് ഉണ്ട്. അതിലൊരു ലെയറാണ് ഐഡൻറ്റിറ്റി. ഞാൻ ആരാണ് എന്നുള്ള ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ വളരെ വളരെ ബ്യൂട്ടിഫുള്ളി അലൈൻഡ് ആയിരുന്നു. നമുക്ക് സ്മൈൽ ഉണ്ടായിരുന്നു, നമുക്ക് പവർ ഉണ്ടായിരുന്നു, നമ്മൾ തുള്ളിച്ചാടുമായിരുന്നു. എനർജി കാരണം രക്ഷയില്ല, നമ്മൾ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് രാത്രി 9 മണിയായാലും പപ്പ നമുക്ക് പുറത്ത് പോയാലോ, ടോയ് മേടിക്കാം, അവിടെ പോയേക്കാം, ഇവിടെ പോയേക്കാം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങ് വന്ന് നമ്മുടെ എനർജി കുറഞ്ഞ് ഇല്ലാതായി പോവുകയാണ്. എന്താണ് സംഭവിച്ചത്? നമ്മൾ യുദ്ധം തുടങ്ങി. ആരുമായിട്ടാണ് യുദ്ധം? നമ്മളുമായിട്ട് യുദ്ധം തുടങ്ങി. അപ്പൊ ആ യുദ്ധത്തിന് നമ്മളുമായിട്ട് യുദ്ധം ചെയ്യാത്ത മനുഷ്യനാണ് ഏറ്റവും വിജയിച്ച മനുഷ്യൻ. അവനവനുമായിട്ട് യുദ്ധം ചെയ്യാത്ത മനുഷ്യനാണ് ഏറ്റവും വിജയിച്ച മനുഷ്യൻ. അവൻ അലൈൻഡ് ആണ്, അവനുമായിട്ട് ഇന്റേണൽ ഫൈറ്റ് ഇല്ല. ഒരു പക്ഷേ സ്ക്രിപ്റ്റേഴ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, an army or a country that fight against itself will be ruined. അവനവനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഏത് രാജ്യവും നശിപ്പിക്കപ്പെട്ടു പോകും. നിങ്ങളുടെ രാജ്യം ഇതാണ്. ലോകത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കട്ടെ, ഈ ലോകത്തിൽ നടക്കുന്ന യുദ്ധം, ലോകത്ത് നടക്കുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ്, ലോകത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസ്, ലോകത്ത് നടക്കുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചുകൾ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ റിഫ്ലക്റ്റഡ് ആകുന്നത്? എന്ത് വാക്കിലൂടെയാണ് റിഫ്ലക്റ്റഡ് ആകുന്നത്? ചാറ്റിട്ടെ, എന്ത് വാക്കിലൂടെയാണ്, എങ്ങനെയാണ് അത് റിഫ്ലക്റ്റഡ് ആകുന്നത്? നിങ്ങളുടെ ഉള്ളിൽ റിഫ്ലക്റ്റഡ് ആകുന്നത് ഒരൊറ്റ വാക്കിലൂടെയാണ്. ഈ ഒറ്റ വാക്കിലെല്ലാം കവർ ചെയ്തു. ചാറ്റിലിടുക, അൺസർട്ടനിറ്റിയാണ്. ലോകത്ത് നടക്കുന്ന ഡിഫറെന്റ് നറേറ്റീവ്സ് ഉണ്ട്. അവിടെ ഇവർ തമ്മിലുള്ള ഫൈറ്റുകളുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള ഫൈറ്റുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. റിലീജിയന്റെ പേരിലുള്ള ഫൈറ്റുകളാണ്. റിലീജിയന്റെ പേരിൽ ഉണ്ടായ ഏതോ ഒരാൾ ഏതോ കാലത്ത് എഴുതി വെച്ചിട്ടുള്ള ഏതോ ഒരു കാര്യത്തിലുള്ള അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. ലോകം മുഴുവൻ കൺട്രോൾഡ് ആയപ്പെടുന്നത്. കാരണം ആ ഐഡിയക്ക് സർട്ടനിറ്റി ആയിപ്പോയി. പക്ഷെ പാവം പിടിച്ച് നമ്മൾ ബിസിനസ് ഒന്ന് വളർത്തിക്കൊണ്ട് വരാൻ നോക്കുമ്പോൾ നമ്മുടെ സർട്ടനിറ്റി പോവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ മൊമെന്റിലും നിങ്ങളുടെ ഇന്റേണലി 3 ഫോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ അൺസർട്ടനിറ്റി ഉണ്ടാക്കാനായിട്ട്. ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല, നിങ്ങളെ അബ്സല്യൂട്ട് സർട്ടനിറ്റിയിലാണെങ്കിൽ. നിങ്ങൾ ഈ ഒരു കാര്യം, വേറെ ഒരു കാര്യവും ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കാര്യം ഓർത്ത് വെക്കുക, യൂണിവേഴ്സ് ഓൾവേസ്, ഞാൻ ഓൾവേസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാതില്ലാത്ത ഒരാളാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, യൂണിവേഴ്സ് ഓൾവേസ് ഫേവേഴ്സ് ദ സർട്ടനിറ്റി ഉള്ള ആളെയാണ് യൂണിവേഴ്സ് എപ്പോഴും ഫേവർ ചെയ്യുന്നത്. യൂണിവേഴ്സ് ഫേവർ ചെയ്യുന്ന സർട്ടൺ ആയിട്ടുള്ള ഉറപ്പുള്ള ഐഡിയകളെയാണ്, ഉറപ്പുള്ള ബിസിനസ്സുകളെയാണ്, ഉറപ്പുള്ള വ്യക്തികളെയാണ്, ഉറപ്പുള്ള സമുദായങ്ങളെയാണ്, ഉറപ്പുള്ള രാജ്യങ്ങളെയാണ്. യൂണിവേഴ്സ് ഓൾവേസ് ഫേവർ ദ സർട്ടൺ. ഓൾവേസ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങൾ ഉപയോഗിച്ച് കേട്ടിട്ടുണ്ടാകുകയല്ല, ഇവിടെ ഞാൻ പറയുവാണ്, യൂണിവേഴ്സ് ഓൾവേസ് ഫേവർ ദ സർട്ടൺ. ഉറപ്പുള്ള ആളെയാണ് യൂണിവേഴ്സ് ഫേവർ ചെയ്യുന്നത്. അപ്പൊ ചുറ്റും യുദ്ധമായിക്കോട്ടെ, നിങ്ങളുടെ ഇന്നർ സർട്ടനിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, പോളോ കൊയ്ലോ എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞായിരുന്നു ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കിനകത്ത്, വെൻ യു ഡ്രീം ദ എൻറ്റയർ യൂണിവേഴ്സ് കൺസ്പയർ ടു മേക്ക് ദ ഡ്രീം കം ട്രൂ. യൂണിവേഴ്സിന് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ പറയുന്നത് റോങ് ആണ്. റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആണ്, ചില ചേഞ്ചസ് വരുത്തുവാണ്. ഇഫ് യു ഡ്രീം വിത്ത് സർട്ടനിറ്റി, ഇഫ് യു ഡ്രീം വിത്ത് ഫെയ്ത്ത്, ദ എൻറ്റയർ യൂണിവേഴ്സ് വിൽ കൺസ്പയർ
ടു മേക്ക് ദ ഡ്രീം കം ട്രൂ. യൂണിവേഴ്സ് ഫേവേഴ്സ് ദ സർട്ടൺ. അപ്പം 50 വർഷം മുമ്പ് അതൊരു നല്ല ഐഡിയ ആയിരുന്നു. ഇന്നത്തെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ 50 വർഷം മുമ്പ് ഇത് ഞാനിപ്പോൾ പറയാൻ പോകുന്നതായിരുന്നു ട്രൂ. കാരണം പോളോക്കോയിലേക്ക് ചിലപ്പോൾ സർട്ടനിറ്റി ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് പുള്ളിക്കാരന് ആ സർട്ടനിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഫേവർ ചെയ്യുന്നതായിട്ട് പുള്ളിക്ക് തോന്നിയത്. സോ യൂണിവേഴ്സ് ഫേവർ ചെയ്യുന്ന ഒരൊറ്റ ഒരാളെയാണ്, ട്രൂ ആയിട്ടുള്ള ആളെ അല്ല, അൺഫോർച്ചുനേറ്റ്ലി ഓണസ്റ്റ് ആയിട്ടുള്ള ആളെ അല്ല. ഞാനല്ല ഡിസൈഡ് ചെയ്തേക്കുന്നത്, സർട്ടനിറ്റി ഉള്ള ആളെയാണ്. ബിക്കോസ് അത് എന്തുകൊണ്ടാണ് എന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആണ്, എന്നെ യൂണിവേഴ്സ് ഫേവർ ചെയ്യും. നിങ്ങൾക്ക് സർട്ടനിറ്റി ഇല്ലെങ്കിൽ, നിങ്ങൾ ഓണസ്റ്റ് ആണെങ്കിൽ ആ ഓണസ്റ്റി നിങ്ങളുടെ സർട്ടനിറ്റിയുടെ ഫൗണ്ടേഷൻ ആക്കി മാറ്റുക. നിങ്ങൾക്ക് ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ ആ ഇന്റഗ്രിറ്റിയുടെ നിങ്ങളുടെ ഓണസ്റ്റിയുടെ ഫൗണ്ടേഷൻ ആക്കി മാറ്റുക. യൂണിവേഴ്സ് ഫേവർ ചെയ്യുന്ന സർട്ടൺ ആയിട്ടുള്ള ആളെയാണ്, ഉറപ്പുള്ള ആളെയാണ്. ആ ഉറപ്പ് കില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബിസിനസ്സിൽ പ്രശ്നം വന്നു, നമ്മുടെ ഈ ലേഡിക്ക് പ്രശ്നം വന്നു. ബിസിനസ്സിൽ പ്രശ്നം വന്നപ്പോഴത്തേന് നമ്മൾ ആദ്യം എങ്ങോട്ടാ പോകുന്നത്? ബിസിനസ്സിൽ പ്രശ്നം വന്നു, നമ്മൾ വിക്ടിംഹുഡിലേക്കാണ് ചില ആൾക്കാർ പോകുന്നത്, അല്ലേ? വിക്ടിംഹുഡ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ഇവിടെ നോക്കി, പല രീതി വിക്ടിംഹുഡ് വരുവാണ്. ഒരു വിക്ടിംഹുഡ് എന്നാണ്? പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു വിക്ടിമായി പോയില്ലേ, എന്ത് ചെയ്യാനാ? മോഡി ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ഈ അമേരിക്ക ഇങ്ങനെ ഇറാനെ അറ്റാക്ക് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഇവിടെ ബോംബ് വന്ന് വീണ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? വിക്ടിമാണ്, വാദിയാണ്. വാദി എന്നുള്ള, വിക്ടിം എന്നുള്ള മലയാളത്തിൽ ഒരു വാക്ക് ആർക്കെങ്കിലും എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. വിക്ടിമായി മാറി. വിക്ടിംസ് വിജയിക്കുകയല്ല, വിക്ടിംസ് സർട്ടനിറ്റി കില്ല് ചെയ്ത് കളഞ്ഞു, ഉറപ്പുകൾ. കാരണം നമുക്കൊരു സ്റ്റോറിയായി, നമുക്ക് ഫാക്റ്റ് അല്ല ഉള്ളത്, നമുക്ക് ഇരയായി മാറി. ഓക്കെ, എക്സാക്ട്ലി, താങ്ക് യു. നമുക്ക് ഫാക്റ്റ് അല്ല, നമ്മൾ പറയുന്നതാണ്, നമ്മളൊരു സ്റ്റോറിയാണ്. അഹമ്മദ് ഖാൻഡി ക്ലിയർ ആണല്ലോ, അതായത് ഒരു സ്റ്റോറിയാണ് നമ്മൾ ഉള്ളിൽ പറയുന്നത്. ഇറാനെ ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് നമുക്ക് എന്താണെങ്കിലും ജയിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ടിയായി പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കി കഴിഞ്ഞു. ആ സ്റ്റോറിയിൽ നമ്മൾ ബിലീവ് ചെയ്യുവാണ്. ആ ബിലീവ് ചെയ്തിട്ട് നമ്മൾ വിക്ടിമായിട്ട് ജീവിച്ച് മരിക്കുകയാണ്. ഒരു കുറച്ച് നാൾ വിക്ടിം ആകുവാണെങ്കിൽ വിക്ടിം ആകുന്ന ഒരു ഹാബിറ്റായി മാറി. ഇന്ന് രാവിലെ വ്യക്തിമാണ്, ഇന്ന് വൈകുന്നേരം വ്യക്തിമാണ്, നാളെ രാവിലെ വ്യക്തിമാണ്, നാളെ കഴിഞ്ഞ് വൈകുന്നേരം വ്യക്തിമാണ്, ഒരാഴ്ച കഴിഞ്ഞ് വ്യക്തിമാണ്, ഒരു മാസം കഴിഞ്ഞ് വ്യക്തിമാണ്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ വിക്ടിം നമ്മുടെ ഐഡന്റിറ്റിയായി മാറി. ഐഡന്റിറ്റി എന്ന് ചാറ്റിട്ടെ, ഐഡന്റിറ്റിയായി മാറി. നമ്മൾ വ്യക്തിമാണ്. ഇതാണ് ഒരു പാത്ത്. സർട്ടനിറ്റി നശിപ്പിച്ചു കളഞ്ഞു. കാരണം നമുക്ക് ഭയങ്കര എളുപ്പമാണ്. വല്ലോരും കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, എൻ്റെ അച്ഛൻ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, ആ അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. അത് മോഡേൺ സൈക്കോളജി അതിനെ ഭയങ്കരമായിട്ട് ഒരു വിക്ടിം സ്റ്റോറി തന്നെ ആക്കി എടുത്തു. അച്ഛൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയായി, അച്ഛൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയായി. നമ്മളെ സംബന്ധിച്ചുള്ള ഗ്രോൺ അഡൽട്ട്സ് ആണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഹൈ അറോൺസ് ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, 10 എനർജി ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം ആ വിക്ടിംഹുഡിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ റാഡിക്കലായിട്ട് റെസ്പോൺസിബിലിറ്റി എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പാത്ത് പോസിബിൾ ആണ്. നിങ്ങൾ ഉറങ്ങുമല്ല, ഉണർന്നിരിക്കുവാണ്. പീറ്റർ ഡക്കർ പറഞ്ഞേക്കുന്ന, പീറ്റർ ഡക്കർ അല്ല, സിക്സിഗ്ലർ പറഞ്ഞേക്കുന്ന എന്നെ ഫാസിനേറ്റിംഗ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. യു ആർ നോട്ട് എ ട്രീ, യു ക്യാൻ മൂവ്. നിങ്ങളൊരു മരമല്ല. മരമായിരുന്നു നിങ്ങൾ പറയാം, ഞാൻ ഇവിടെ നിന്ന് പോയി എന്നാ ചെയ്യാനായിട്ടാ? ജസ്റ്റ് മൂവ് ചെയ്താൽ മതി. മൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ മരമല്ല, മരമാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് പോകാം. സർട്ടനിറ്റിയുടെ ഒന്നാമത്തെ കില്ലറാണ് വിക്ടിംഹുഡാണ്. ഇന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വിക്ടിമാകരുത്. വിക്ടിമായ നിങ്ങളുടെ സർട്ടനിറ്റി കിൽഡായി. സർട്ടനിറ്റി കിൽഡായി കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ ഉപേക്ഷിച്ചു, അബാൻഡൻ. ചാറ്റിട്ടെ, വിക്ടിമായാൽ വിക്ടിംസിനെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യല. അബാൻഡൻ ചാറ്റിട്ടെ, സുഖമല്ല, പക്ഷെ ഇങ്ങനെയാണ് വേൾഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വിക്ടിംസിനെ യൂണിവേഴ്സ് അബാൻഡൻ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് പെർപെട്രേറ്റർ, അല്ലെങ്കിൽ പ്രതിയാവുക. പെർപെട്രേറ്റർ എന്നുള്ള മലയാളം നിമിടുവാണെങ്കിൽ നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കുന്ന ആളായി മാറുവാണ്. നമുക്ക് വിക്ടിമാകാൻ നമുക്ക് പറ്റില്ല, കാരണം ഞാൻ വിക്ടിം ഒരിക്കലും ആകുകയില്ല. എന്നാൽ പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഒരു നെഗറ്റീവ് വിക്ടിമാണ്. നമ്മളെല്ലാവരെയും പോയി ദ്രോഹിക്കുവാണ്. സ്റ്റാഫിനോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു, പാർട്ട്നേഴ്സിനോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു, കസ്റ്റമേഴ്സിനോട് മോശമായിട്ട് പെരുമാറുന്നു, കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുന്നില്ല, അവർ വാല്യൂ കൊടുക്കുന്ന നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നമ്മളൊരു ഫൈറ്ററായി മാറുവാണ്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ പ്രതിയായി മാറുവാണ്. മീനിങ് നമുക്ക് അരിശമാണ്, എന്നത്തിന് എങ്ങനെയൊക്കെ ചെയ്യുന്നത്,
എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെയാണ് ആകുന്നത്, കുറ്റവാളിയാവുകയാണ്, നമ്മൾ ഒരു കുറ്റക്കാരനായി മാറും എന്ന് പറഞ്ഞാൽ നമ്മൾ അരിശപ്പെടുന്നു. ഇമോഷണലി നമ്മൾ അതാണ് ചെയ്യുന്നത്. മറ്റവരോട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടവർക്ക് പൈസ ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല, ബാക്കി എന്നാ വെച്ചാൽ നിങ്ങൾ എന്നാ വെച്ചാൽ ചെയ്തു, ബാക്കി പൊക്കോട്ടെ എന്ന് പറയുവാണ്. ഇപ്പൊ വിക്ടിമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, പെർപെട്രേറ്ററുമാണ്, പെർപ്പാവാണ്. ഇത് ലൈഫിന്റെ എല്ലാ ഡയമെൻഷനിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റും, ഫ്രണ്ട്ഷിപ്പിൽ കാണാൻ പറ്റും, ബിസിനസ്സിൽ കാണാൻ പറ്റും, ടീമിൽ കാണാൻ പറ്റും, ബിസിനസ് സ്ട്രക്ചറുകളിൽ കാണാൻ പറ്റും, എല്ലാ ആസ്പെക്റ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾ വിക്ടിമാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ സൈഡിലാണ്. ഈ രണ്ട് സിറ്റുവേഷനിലും നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് സ്പ്ലിറ്റ് ആയി പോയേക്കുന്നത്. കാരണം നിങ്ങൾ ഒരാളോട് അരിശപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരാളോട് ഭയങ്കര അരിശപ്പെട്ടു പോയി, ഒരാളോട് ഭയങ്കര അരിശം വന്നു, ഭാര്യയുടെ ഭർത്താവിനോട് ഭയങ്കര അരിശം വന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്ന ഇമോഷൻ എന്താണ്? ഭയങ്കര അരിശപ്പെട്ടു. ആ സമയത്ത് ഭയങ്കര അരിശമായിരുന്നു, ഭയങ്കര ഇതായിട്ട് പെരുമാറി. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? കുറ്റബോധമാണ്. അപ്പൊ നമ്മൾ കുറ്റബോധം തോന്നുമ്പോൾ നമ്മൾ ഈ കുറ്റവാളിയിൽ നിന്ന് വിക്ടിമായി മാറി. നമ്മളെ തന്നെ നമ്മൾ വിക്ടിമാക്കുക, നമ്മൾ തന്നെ അങ്ങനെ ആയി മാറിയല്ലോ. പല പ്രാവശ്യം ഓർത്താണ് അവരെ ദ്രോഹിക്കരുത്, പിന്നെ ഞാൻ അങ്ങനെ ആയിപ്പോയി, തെറ്റ് പിടിച്ചു പോയി, റിഗ്രറ്റിലേക്ക് പോവാണ്, വിക്ടിമിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെയാണ് മൂന്നാമത്തെ ആൾ വരുന്നത്. അപ്പം മനസ്സിലാക്കൂ, നമ്മൾ കുറ്റം ചെയ്ത് വേറൊരാൾക്ക് അധർമ്മം ചെയ്ത് വേറൊരാൾ ദ്രോഹം ചെയ്യാൻ പോയാലും സർട്ടനിറ്റി പോയി. സർട്ടനിറ്റി കില്ല് ചെയ്യുന്ന മൂന്ന് വഴികളാണ്. ഒന്നാമത്തെ വിക്ടിമാണ്. വിക്ടിം ആയപ്പോൾ നമ്മുടെ സർട്ടനിറ്റി പോയി, നമ്മൾ അൺസർട്ടനിറ്റിനെ സ്വീകരിച്ചു. നമ്മൾ പറയുവാണ്, നിങ്ങൾ പറയുന്നത് ശരി, എൻവയോൺമെന്റ് പറയുന്നതാണ് ശരി, ഫിസിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് റിയാലിറ്റിയാണ് ശരി. നമ്മൾ പെസിമിസ്റ്റ് ആവുകയാണ്. നമ്മൾ പെസിമിസ്റ്റ് ആണെന്നും പറയുന്നില്ല. എനിക്ക് ഒത്തിരി സ്വപ്നം കൊണ്ടൊക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്, ഒത്തിരി ട്രൈ ചെയ്തതാണ്. പക്ഷെ റിയാലിറ്റിയിൽ ഓരോരുത്തർക്കും ഓരോ ഗതിയില്ലേ, എന്ത് ചെയ്യാനാ? എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, കഷ്ടം. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു. ഇതെല്ലാം വിക്ടിം പറയുന്നതാണ്. ഇത്രയും പ്രായമായി പോയില്ലേ, 56 വയസ്സായി, ഇനി ഞാൻ എങ്ങനെ? ഒരു 40 വയസ്സിലെങ്ങാനും ആയിരുന്നെങ്കിൽ. ഇത് വിക്ടിമാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ, പ്രായത്തിന്റെ വിക്ടിമാണത്. സ്ത്രീയായി പോയില്ലേ, പുരുഷന്മാരിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലായി പോയില്ലേ, അമേരിക്കയിലായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അമേരിക്കയിലായി പോയില്ലേ, കേരളത്തിലായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുമെന്നെ. ഇന്ത്യയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയം. ദുബായിലായി പോയില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഡ്രോണുകൾ വരുന്നുണ്ടല്ലോ. ഫിസിക്കൽ എൻവയോൺമെന്റ്, സൈക്കോളജിക്കൽ എൻവയോൺമെന്റ്, ഏജ്, ഡെമോഗ്രാഫിക്സ്, കൺട്രി, ഭാഷ, ഇതെല്ലാം വെച്ച് നമ്മൾ വിക്ടിമായി മാറുവാണ്. കൂടുതൽ നമ്മൾ വിക്ടിം അല്ലെന്ന് പറയെങ്കിലും നമ്മൾ പലപ്പോഴും വിക്ടിമുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. കാരണം വിക്ടിമിന് നേരെ ഓപ്പോസിറ്റ് ആണ് പെർപെട്രേറ്റർ. നമ്മൾ ഫൈറ്റ് ചെയ്യുവാണ്. അങ്ങനെയല്ല ഞാനിത്, മോട്ടിവേഷൻ അവിടെയാണ്. ചില ആൾക്കാർ മോട്ടിവേഷൻ അവിടെ പോയിട്ട് അങ്ങനെയല്ല, ഞാൻ വിക്ടിമല്ല എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വിക്ടിമാണ്. കാരണം നമ്മുടെ ഫോക്കസ് മുഴുവൻ വിക്ടിമാണ്. എന്നാലും എന്നോട് ഇങ്ങനെ ആൾക്കാർ ദ്രോഹിച്ചെങ്കിലും, എന്നെ ആൾക്കാർ ഇങ്ങനെ തള്ളി പറഞ്ഞെങ്കിലും, എൻ്റെ ഭാര്യ എന്നോട് അങ്ങനെ അവളെ കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ചെയ്യും, അതും വിക്ടിമാണ്. എൻ്റെ അച്ഛൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ അങ്ങനെ പോയി ചെയ്യും എന്ന് പറഞ്ഞ് ടോണി റോബിൻസിന് ഇവന്റിൽ പോയി അറ്റൻഡ് ചെയ്യുവാണ്, അതും വിക്ടിമാണ്. ഒരു വിക്ടിമിൽ നിന്ന് വേറൊരു വിക്ടിമിലേക്ക് മാറിയിട്ടേ ഉള്ളേ. രണ്ട് കാര്യമാണ് സർട്ടനിറ്റി കളയുന്നത്. ഒന്ന് വിക്ടിം, രണ്ട് പെർപെട്രേറ്റർ. രണ്ടും കളഞ്ഞു. കാരണം നമ്മൾ ഒരാളോട് ദ്രോഹിച്ചു കഴിഞ്ഞാൽ, അല്ലെ സ്ട്രോങ് ആയിട്ട് പെരുമാറി, ബാഡായിട്ട് പെരുമാറി കഴിഞ്ഞാൽ, ബാഡായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ മൊമെന്റിൽ നമ്മൾ വിക്ടിമിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ് ക്രൈംസ് ഉണ്ട്. സോഫ്റ്റ് ക്രൈംസ് ഇമോഷണലി ഒരാളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടാവും, ഇമോഷണലി ഒരാൾ മോശമായിട്ട് പെരുമാറും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഫിസിക്കലായിട്ട് ഒരാളെ ദ്രോഹിക്കുന്നില്ല, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഈ അസ്വസ്ഥ കൊണ്ട് ഒരാളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയാലും നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് മൂന്നും നിങ്ങളുടെ സ്പ്ലിറ്റ് ഐഡന്റിറ്റിയാണ്. എൻറ്റയർ ഹ്യൂമാനിറ്റിയുടെ സ്പ്ലിറ്റ് ഐഡന്റിറ്റിയാണ്. മൂന്നാമത്തെ ആളാണ് ജഡ്ജ്. ഇപ്പം നമ്മളൊരു കോടതിയിലാണ്, കുറ്റവാളിയുണ്ട്, വാദിയുണ്ട്, ജഡ്ജുണ്ട്. ജഡ്ജ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിലീജിയന് നിങ്ങളെ കറക്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ നിങ്ങളെ കുറ്റം വിധിക്കണമെന്നാണ്. റിലീജിയൻ പഠിപ്പിച്ച നല്ല കാര്യം തന്നെ. നിങ്ങൾ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ കാര്യത്തിന് കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. എന്നാലും അവരോട് അങ്ങനെ സംസാരിച്ച, എന്നാലും നീ അങ്ങനെ ചിന്തിച്ചത് എന്തിനാ, എന്നാലും നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തത് എന്തിനാ, എന്നാലും നിങ്ങളെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, എന്നാലും അങ്ങനെ അല്ലായിരുന്നല്ലോ ചെയ്യേണ്ടിരുന്നത്, എന്നാലും ആ ബിസിനസ്സിൽ അന്ന് അങ്ങനെ പോയി ചെയ്തുകൂടായിരുന്നോ, ആ 5 വർഷം മുമ്പ് അത് പോയി ChatGPT പോയി തുടങ്ങാൻ. ആരാണ് 5 വർഷം മുമ്പ് ChatGPT തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങാതിരുന്ന ആൾക്കാർ? ഓക്കെ, 21 മുമ്പ് പോയി തുടങ്ങിയാൽ മതിയായിരുന്നു. അന്ന് പോയി തുടങ്ങാൻ മേലായിരുന്നോ? അന്ന് ആ AI കമ്പനി സ്റ്റാർട്ട് ചെയ്യാമായിരുന്നല്ലോ. അന്ന് ആപ്പിന്റെ ബിസിനസ്സുമാർ ഇത് ചെയ്യാൻ മേലായിരുന്നോ? അന്ന് നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ പോയി സ്കൂളിൽ ഇച്ചിരി നന്നായിട്ട് പഠിക്കാൻ മേലായിരുന്നോ? കുറച്ചുകൂടി നല്ലതായിട്ട് പ്രാർത്ഥിക്കാൻ മേലായിരുന്നോ? കുറച്ചുകൂടി അങ്ങനെ ചെയ്യാൻ മേലായിരുന്നോ?
ഇതെല്ലാം ജഡ്ജാണ്. നേരത്തെ ഗൾഫിൽ നിന്ന് വിട്ട് പോകാൻ മേലായിരുന്നോ? ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു? കുറച്ചുകൂടെ പഠിച്ചാർന്നെ IAS കാരനാകാമായിരുന്നല്ലോ. ഇതെല്ലാം ജഡ്ജാണ്. ക്ലിയർ ആണോ? ജഡ്ജ് നമ്മുടെ സർട്ടനിറ്റി കളയുകയാണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് നോക്കിയാൽ, ഇതാണ് ജീസസിന് എനിക്ക് ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ശിശുക്കളെ പോലെ ആകാൻ പറയുമ്പോൾ ഇത്രയും സൈക്കോളജി അതിൻ്റെ ബിഹൈൻഡിലുണ്ട്. ശിശുക്കളെ പോലെ ആകാൻ പറയുമ്പോൾ ഒരു ജഡ്ജും ഇല്ല, ഒരു വ്യക്തിമില്ല, കുട്ടികളിൽ വ്യക്തിമില്ല, പെർപെട്രേറ്റിൽ ആരെ ദ്രോഹിക്കുന്നില്ല. അവന് ബെഡേ കയറി ചാടിക്കോട്ടെ, ഞാൻ ഇങ്ങനെ ചാടിക്കോട്ടെ, ഇന്ന് രാത്രി 2 മണിക്കൂർ ഇരുന്നോട്ടെ പ്ലീസ്, 2 മണിക്കൂർ ഇരുന്നോട്ടെ പ്ലീസ്, കുറച്ചുകൂടെ കളിക്കാമേ ഡാഡി, കുറച്ചുകൂടെ കളിക്കാലോ. ഇങ്ങനെ ചാടിയിരിക്കുവാണ്. അവിടെ വ്യക്തിമില്ല, പെർപെട്രേറ്ററും ഇല്ല, ജഡ്ജും ഇല്ല. കുട്ടി ഇതിനെ ജഡ്ജ്. എന്നാലും ഞാൻ രാത്രി അച്ഛനെ കഷ്ടപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുവാണല്ലോ. കുട്ടിക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. ഇതാണ് ആ ടാർഗറ്റ്. ആ ടാർഗറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടനിറ്റി ഉണ്ട്. ആരെയാണ് യൂണിവേഴ്സ് ഫേവർ ചെയ്യുന്നത്? സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യാത്ത ആളെയാണ്. സ്വന്തമായിട്ടുള്ള ഫൈറ്റ് 3 തരത്തിലാണ്, ഒരുപാട് തരത്തിലുണ്ട്. അതിൽ 3 തരത്തിലാണ് നമുക്ക് ഈ ചെറിയ കോൺവെർസേഷനിൽ കവർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ആ 3 തരത്തിലുള്ള ഫൈറ്റും നിങ്ങളോടുള്ള ഫൈറ്റാണ്. നിങ്ങൾ വ്യക്തിമാകുമ്പോൾ നിങ്ങൾ സൂത്രത്തിൽ ഇറങ്ങിപ്പോയി നിങ്ങളുടെ ഡ്രീമിൽ നിന്ന്. നിങ്ങൾ പെർപെട്രേറ്റർ ആകുമ്പോൾ നിങ്ങൾ വിക്ടിമിലേക്കുള്ള യാത്രയാണ്. കാരണം എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് ചെയ്താൽ, നിങ്ങൾ ഫിസിക്കലി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുറ്റവാളിയാകുവാണ്. അല്ല, ചെറിയ രീതിയിൽ ഇമോഷണലി വേറൊരാളെ ടോർച്ചർ ചെയ്യുവാണെങ്കിൽ, ഇമോഷണലി നിങ്ങളെ തന്നെ നിങ്ങൾ ടോർച്ചർ ചെയ്യുവാണെങ്കിൽ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിക്ടിമാവുകയാണ്. ഇത് രണ്ടും നോക്കിക്കൊണ്ടിരിക്കുവാണ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പം എന്താണ് ആൻസർ? എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സർട്ടനിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്? ഒന്ന്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എടുക്കുമെന്ന് ഡിസൈഡ് ചെയ്യാം. റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് ചാർട്ട് ഇടുക. എൻ്റെ ബിസിനസ്സിന്, എൻ്റെ ലൈഫിന് 100% ഞാനാണ് ഉത്തരവാദി. നിങ്ങളുടെ മോട്ടിവേഷൻ സ്പീക്കറല്ല, നിങ്ങളുടെ കോച്ചല്ല, നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങളുടെ ഭർത്താവല്ല, നിങ്ങളുടെ മക്കളല്ല, നിങ്ങളുടെ ടീമും അല്ല. റാഡിക്കലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുകയാണ്. ഇവിടെ പറയും, ബക്ക് സ്റ്റോപ്സ് വിത്ത് മീ. ഞാനാണ് ഫൈനൽ ലീഡർ. എന്ത് സംഭവിച്ചാലും ഞാനാണ് ഉത്തരവാദി. വേറെ ആൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഐ എം റെസ്പോൺസിബിൾ. ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജഡ്ജിനെ തൽക്കാലം അവധിക്ക് വിടുക. 2 മാസത്തേക്ക്, വേനലവധിയില്ലേ, 2 മാസം നിങ്ങൾ അവധിക്ക് വിടുക. നിങ്ങളെല്ലാ ആൾക്കാരും നിങ്ങളെ ആവശ്യത്തിൽ കൂടുതൽ ജഡ്ജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തീരുമാനിച്ചു. അതായത് വേറൊരാളെ ദ്രോഹിക്കുകയല്ലെന്ന് തീരുമാനിക്കുക. അധർമ്മം ചെയ്യുകയല്ല. അധർമ്മം ഇസ്ലാമിൽ എന്ത് അധർമ്മമാണോ അത് അധർമ്മം, ക്രിസ്ത്യാനിൽ എന്ത് അധർമ്മമാണോ അധർമ്മം, ഹിന്ദുവിസത്തിൽ എന്ത് അധർമ്മമാണോ അധർമ്മം, നിരീശ്വരവാദത്തിൽ എന്ത് അധർമ്മമാണോ അധർമ്മം. മറ്റൊരു മനുഷ്യനെ ദ്രോഹിക്കുന്ന, ഫിസിക്കലിയോ ഇമോഷണലി ദ്രോഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ല. നിങ്ങളുടെ ട്രൂത്ത് നിങ്ങൾ ഫോളോ ചെയ്യുള്ളൂ. അത് നിങ്ങളുടെ ട്രൂത്ത് റിലേറ്റീവ് ആണ്. അത് നിങ്ങളുടെ ട്രൂത്ത് എന്താണെങ്കിലും, നിങ്ങളുടെ ട്രൂത്ത് റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിച്ചാത്തി എടുത്ത് വേറെ ആളെ കൊന്നു, അതാണ് എൻ്റെ ട്രൂത്ത് എന്ന് പറയത്തില്ല. ടാഞ്ചിബിൾ ആയിട്ടുള്ള ചില ട്രൂത്തുകളുണ്ട്. ആ ട്രൂത്തുകൾ നിന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നില്ല. നോ ഹാം. റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി ഒന്നാമത്തെ കാര്യം. വിക്ടിംഹുഡിനെ മാറ്റാനായിട്ട് റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. പെർപെട്രേറ്ററെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നോ ഹാം. മറ്റൊരാളെ ദ്രോഹിക്കുകയില്ല. അത് മറ്റൊരു റിലീജിയനിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് അവരെ കൊല്ലാനും ദ്രോഹിക്കാനും കാര്യമില്ല. ആരാണേലും, ഏത് റിലീജിയനുള്ളവരാണേലും. റിലീജിയന് മുകളിൽ ഒരു മനുഷ്യനുണ്ട്, ഒരു മനുഷ്യജീവിയുണ്ട്. മറ്റൊരാളെ ദ്രോഹിക്കരുത്. അവർ നിങ്ങളുടെ റിലീജിയനെ ബിലീവ് ചെയ്താലും നിങ്ങളുടെ കൾച്ചറിൽ ബിലീവ് ചെയ്താലും എന്താണേലും മറ്റു മനുഷ്യരെ ദ്രോഹിക്കരുത്. ഫെയർ ആയിട്ട് അവരോട് ട്രീറ്റ് ചെയ്യണം. നന്മ മാത്രമേ ചെയ്യാവുള്ളൂ. സോ ഒന്നാമത്തെ കാര്യം റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ കാര്യം നോ ഹാം. ചാറ്റിലിട്ടെ നോ ഹാം. മറ്റൊരാളെ ഹാം ചെയ്യില്ല. ഇത് രണ്ടും ചെയ്യാം. ഓക്കെ. നോ ഹാം. മറ്റൊരാളെ ദ്രോഹിക്കില്ല. ഓക്കെ. മൂന്നാമത്തെ കാര്യം, ജഡ്ജിന് 2 മാസം അവധി കൊടുക്കുക. 2 months ഓഫ് വെക്കേഷൻ ഫോർ ദ ജഡ്ജ്. 2 മാസം നിങ്ങൾ ജഡ്ജിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേക്കുവാണ്. സുപ്രീം കോടതിന്റെ ജഡ്ജാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലോക്കൽ കോർട്ടിലെ ജഡ്ജായിരിക്കും നിങ്ങൾക്കുള്ളത്. ചിലർക്ക് സുപ്രീം കോടതിന്റെ ജഡ്ജാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഭയങ്കര ജഡ്ജിങ് ആണ്. രാവിലെ വൈകുന്നേരം
എന്നിട്ട് നിന്റെ തലമുടി നല്ലതായിട്ട് നോക്കിയില്ലായിരുന്നല്ലോ, സൗന്ദര്യം നോക്കിയില്ല, മൂക്കിലാണ് ഇത് വന്നിട്ടില്ല, അത് നോക്കിയില്ല, സൗന്ദര്യം നോക്കിയിട്ടില്ല, അത് നോക്കിയില്ല, ബിസിനസ്സിന് അത് ചെയ്യില്ല, സ്റ്റാഫിനെ എനഫായിട്ട് ഹയർ ചെയ്യില്ല, കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്തു, എന്തിനാ അത്ര പൈസ സ്പെൻഡ് ചെയ്ത്, എന്താണ് ആ സാധനം ചെയ്ത്, എന്തിനാണ് ഈ സാധനം ചെയ്ത്, അങ്ങോട്ട് പോകണ്ടായിരുന്നല്ലോ, ആ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നല്ലോ, ആ ഡിവിഷൻ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു, അവിടെ ആയിരുന്നു പൈസ, അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യായിരുന്നല്ലോ, അവിടെ അത് ഇവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ടായിരുന്നോ, ആ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നോ, ആ ആളെ എന്തിനാ ഹയർ ചെയ്ത്, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ല അത് ചെയ്യരുതെന്ന്, മറ്റേ ആൾ പറഞ്ഞ കേട്ടില്ലേ? ജഡ്ജ്മെന്റ് ആണ് 2 മാസം. കാരണം നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുകയല്ലെന്നുണ്ടെങ്കിൽ, 2 റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ ജഡ്ജിന്റെ ആവശ്യമില്ല. ആ ജഡ്ജിനെ 2 മാസം വെക്കേഷനിലേക്ക് വിടുക. ഓക്കെ, അതാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ കോൺവെർസേഷൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കോൺവെർസേഷൻ ഇട്ടേക്കുന്ന ലിങ്കിന്റെ താഴെ ഇടുക. നിങ്ങൾ ക്വസ്റ്റ്യനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഒരു റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സർട്ടനിറ്റി ആയിട്ട് കണക്റ്റഡ് ആകണം. യൂണിവേഴ്സ് ഫേവേഴ്സ് ദി താഴെ സർട്ടൺ. ഉറപ്പുള്ളവരെയാണ് യൂണിവേഴ്സ് ഫേവർ ചെയ്യുന്നത്. കുട്ടികളാണ് ഉറപ്പുള്ള ആൾക്കാർ. കുട്ടികൾക്ക് പക്ഷെ പവർ ഉണ്ടാകണമെന്നില്ല. ഓക്കെ, അവർക്ക് സർട്ടൻ അലൈൻമെന്റ് ഉണ്ട്, പവർ ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ പവറോടെ കൊണ്ടുവരണം. യൂണിവേഴ്സ് ഓൾവേസ് ഫേവർ ദ സർട്ടൺ. ഉറപ്പിനെയാണ്. ഇതിന്റെ സർട്ടനിറ്റിയുടെ മൂത്ത ചേട്ടന്റെ പേരാണ് എന്താണ്? ക്രിയേഷൻ അല്ല, സർട്ടൺ ആണ്. യൂണിവേഴ്സ് ഫേവേഴ്സ് ദ സർട്ടൺ. സർട്ടൺ ആണ്. സർട്ടനിറ്റിയുടെ മൂത്ത ചേട്ടന്റെ പേരാണ് ഫെയ്ത്ത്. ഇതാണ് നിങ്ങളുടെ കൾച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. സർട്ടനിന്റെ മൂത്ത ചേട്ടന്റെ പേരാണ് ഫെയ്ത്ത്. അതാണ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ ഹാപ്പൻ ചെയ്യുന്നത്. അത്ഭുതങ്ങൾ ഹാപ്പൻ ചെയ്യും. അത്ഭുതങ്ങൾ ഹാപ്പൻ ചെയ്യും. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാണ്. നിങ്ങളുടെ ഈ മൊമെന്റ് ഒരു അത്ഭുതമാണ്. ഈ ദിവസം ഒരു അത്ഭുതമാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങൾ ദൂര അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അത്ഭുതമാണ്. ആ അത്ഭുതങ്ങൾ നിങ്ങൾ വീണ്ടും വിശ്വസിക്കണം. എപ്പോഴാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? നിങ്ങൾ സർട്ടനിറ്റി ആയിട്ട് കണക്റ്റഡ് ആകുമ്പോഴാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർ മിറക്കിളും ചാറ്റിലിട്ടെ. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലേ നിങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷെ നമ്മളത് മറന്നു പോവാണ്. കാരണം നമ്മൾ അൺസർട്ടനിറ്റി ഇൻജെക്റ്റ് ചെയ്യുവാണ്. വിഷം പോലെ പുറത്തുനിന്ന് വരുന്ന, ന്യൂസിൽ നിന്ന് വരുന്ന അൺസർട്ടനിറ്റി, ചിലപ്പോൾ കൾച്ചറിൽ നിന്ന് വരുന്ന അൺസർട്ടനിറ്റി, ജിയോ പൊളിറ്റിക്സിൽ നിന്ന് വരുന്ന അൺസർട്ടനിറ്റി, മറ്റാൾക്കാരിൽ നിന്ന് വരുന്ന അൺസർട്ടനിറ്റി. അതിന് ചിലപ്പോൾ നെഗറ്റിവിറ്റി നമ്മൾ വിളിക്കും. പക്ഷെ റിയാലിറ്റിയിൽ എന്നിട്ട് നമ്മൾ റിയാലിറ്റി ആയിട്ട് ടു മച്ച് കണക്റ്റഡ് ആവുകയാണ്. കറണ്ട് റിയാലിറ്റിയിൽ സ്വപ്നമില്ല. സ്വപ്നം നശിച്ചുപോയി. സ്വപ്നം ഇല്ലാതായിപ്പോയി. കറണ്ട് റിയാലിറ്റിയിൽ സ്വപ്നമില്ല. കാരണം കറണ്ട് റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒന്നും കാണാനില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ആയിപ്പോയി. എന്ത് പറയാനാ? മിറക്കിളുമായിട്ട് ഡബിൾ ഡൗൺ ചെയ്യുക. അതാണ് ഇന്നത്തെ കോൺവെർസേഷൻ. ക്യാഷ് 360 അലുമിനിയിലുള്ള ആൾക്കാരും ക്യാഷ് 360 മൊമെന്റത്തിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾക്ക് ടീം നിങ്ങളുടെ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ട് തരുന്നുണ്ടാവും. അവിടെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ചെയ്യുന്നുണ്ടാവും. അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ഇടാനോട് സമയം എടുക്കാം. ഇന്നിപ്പോൾ ഓൾറെഡി ഔട്ട് ഓഫ് ടൈം ആയി. സോ ബ്യൂട്ടിഫുൾ ജോബ്. നിങ്ങൾ ഈ കോൺവെർസേഷന് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ പോവുക. അവിടെ പോയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ സർട്ടനിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്? ആക്ഷൻ എടുക്കുക. എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ രീതിയിൽ റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അടുത്ത ലെവലിൽ ഈ പറഞ്ഞ രീതിയിൽ നോ ഹാം പോളിസി എങ്ങനെ ഫോളോ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ 2 മാസം ജഡ്ജിനെ പറഞ്ഞു വിടുക. ജഡ്ജിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ് നിങ്ങൾ വന്ന് അപ്ഡേറ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ആഴ്ചയിൽ വന്ന് അപ്ഡേറ്റ് ചെയ്യുക. പറയാം, ജഡ്ജിനെ ഞാൻ ഒരാഴ്ച തന്നെ ജോലി വിട്ടപ്പോൾ തന്നെ ജീവിതം ഭയങ്കര ഈസിയായി. കാരണം ജഡ്ജ് ടു മച്ച് വർക്കായിരുന്നു. ജഡ്ജ് ചിലപ്പം നിങ്ങളുടെ അമ്മയുടെ ശബ്ദമാവും, നിങ്ങളുടെ അച്ഛൻ്റെ ശബ്ദമാവും, വല്യച്ഛൻ്റെ ശബ്ദമാവും, പള്ളിയിലച്ഛൻ്റെ ശബ്ദമാവും, പൂജാരിയുടെ ശബ്ദമാവും, മുസ്ലിയാറിന്റെ ശബ്ദമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകങ്ങളുടെ ശബ്ദമാവും. എന്താണെങ്കിലും ആ ജഡ്ജിന്റെ ശബ്ദം പോസ് ചെയ്യുക. ഈ 2 കാര്യം ചെയ്തിട്ട് റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി, നോ ഹാം, ഈ 2 കാര്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ജഡ്ജിന് ആവശ്യമില്ല. നമ്മൾ 3 മിനിറ്റിൽ നമ്മുടെ കോൺവെർസേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ക്യാഷ് 360 എന്ന് പറഞ്ഞ 1 ഇയർ എൻ്റെ കൂടെ ജേർണിയിൽ വന്നിരുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെ ഇപ്പം ക്യാഷ് 360 എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ്, നമ്മൾ ക്യാഷ് 360 മൊമെന്റോ എക്സ്പീരിയൻസ് വെർച്വലായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവരുമാണ്. നിങ്ങൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ സജനെ റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരാം. ഐ ലുക്ക് ഫോർവർഡ് ടു സീയിങ് യു ദേർ. ആരായി കോൺവെർസേഷൻ എൻജോയ് ചെയ്ത് നിങ്ങൾ സർട്ടനിറ്റി ആയിട്ട് കണക്റ്റഡ് ആയോ? സർട്ടനിറ്റി ആയിട്ട് 15 മിനിറ്റ് കണക്ട് ചെയ്യലല്ല നമ്മുടെ ഉദ്ദേശം. നിങ്ങൾ 15 മിനിറ്റ് മോട്ടിവേഷൻ സ്പീച്ച് കേട്ടിട്ട് സർട്ടനിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ 15 മിനിറ്റ് താഴെ പോകുമ്പോഴത്തേന് നമ്മളെ സംബന്ധിച്ചുള്ള ബലൂണോ വീർപ്പിച്ചിട്ട് താഴെ പോകുന്ന പോലെ ആയി പോകും.
അതല്ല നമുക്ക് വേണ്ടേ. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് വേണ്ടേ. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡെയിലി പ്രാക്ടീസ് ആണ് വേണ്ടേ. സജിനെ അതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഡെയിലി പ്രാക്ടീസ്. കാഷ്ലിസിറ്റി മൊമെന്റത്തിലുള്ളവരും കാഷ്ലിസിസ്റ്റിലുള്ളവരും അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്താണ് അവിടെ എത്തിയേക്കുന്നത്. അവരുടെ ലൈഫ് റാഡിക്കലായിട്ട് ചേഞ്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ വരാൻ പറ്റില്ലാത്ത ആൾക്കാരും ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാരും നിങ്ങൾ തന്നെ പോയി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് സർട്ടനിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക. ബാക്കി എല്ലാം മറന്നേക്കൂ. സർട്ടനിറ്റി ആയിട്ട് കണക്റ്റഡ് ആകാൻ വിക്ടിംഹുഡ് മാറ്റുക. നിങ്ങൾ പെർപെട്രേറ്റർ ആകാതിരിക്കുക. ജഡ്ജിനെ ഫയർ ചെയ്യുക. ഓൾറൈറ്റ്, സീ നെക്സ്റ്റ് ടൈം.